नित्यं हिदाहार विहारसेवी समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग ടോൺസിലൈറ്റിസ് എന്നത് ടോൺസിൽസിൻ്റെ അതായത് ടോൺസിൽ എന്ന ഗ്രന്ഥിയുടെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് ആണ്. ഈ സാധാരണ മഴക്കാലങ്ങളിൽ ധാരാളം കണ്ടുവരുന്ന ഒരു അസുഖമാണ് ടോൺസിലൈറ്റിസ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ളൊരു ധാരണ ഉണ്ടാകുന്നത് വളരെ അത്യാവശ്യമാണ്. ടോൺസിൽ എന്നത് നമ്മുടെ വായ്ക്കകത്ത് നാവിന് പിറകിലായിട്ട് തൊണ്ടയോട് ചേർന്ന് കാണുന്ന ഒരു കൂട്ടം ലിംഫോയിഡ് ടിഷ്യൂസിനാണ് ടോൺസിൽ എന്ന് പറയുക. അത് പല തരത്തിൽ കാണാം. പാലറ്റൻ ടോൺസിൽസ് ഉണ്ട്, ലിംഗ്വൽ ടോൺസിൽസ് ഉണ്ട്, ട്യൂബൽ ടോൺസിൽസ് ഉണ്ട്. ഇതിന് വരുന്ന ഒന്നോ കൂട്ടമായോ വരുന്ന ഇൻഫെക്ഷനാണ് ടോൺസിലൈറ്റിസ്. മനുഷ്യ ശരീരത്തിൽ ഈ രോഗപ്രതിരോധ ശക്തി നിലനിർത്താൻ വേണ്ടി ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് റെറ്റിക്കുലോ എൻഡോത്തിലോ സിസ്റ്റം എന്നാണ് പറയുക. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടോൺസിൽസ്. ഈ ടോൺസിലൈറ്റിസ് സാമാന്യനെ കുട്ടികളിലും കൗമാരപ്രായക്കാരിലാണ് സാധാരണ വരാറ്. 2 വയസ്സ് പ്രായം കുറഞ്ഞ കുട്ടികൾ സാധാരണ വരാറില്ല. പ്രായമായ ആൾക്കാരിൽ സാധാരണ കണ്ടുവരാറില്ല. ഇതാണ് ടോൺസിലൈറ്റിസിൻ്റെ ഒരു ഇൻസിഡൻസ് പറയുകയാണെങ്കിൽ. ഈ ടോൺസിലൈറ്റിസിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ശക്തിയായിട്ടുള്ള പനി, ഈ ടോൺസിൽ വീക്കം കൊണ്ട് ഭക്ഷണം ഇറക്കാനുള്ള വിഷമം, ഭക്ഷണം ഇറക്കുമ്പോൾ തന്നെ വേദന, അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലൊക്കെ ഈ ചെവിയുടെ ചുറ്റും വേദന, ഈ ലിംഫിനോട് വലുതാവുക, അതായത് കയല വീക്കം അങ്ങനെയൊക്കെ കാണാറുണ്ട്. ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് പ്രത്യേകിച്ചും പറയുമ്പോൾ അണുബാധ, അതായത് ഇൻഫെക്ഷനാണ് പറയുന്നത്. അതിൽ തന്നെ 30% ബാക്ടീരിയൽ ഇൻഫെക്ഷനായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ചും സ്റ്റെഫൈലോകോക്കസ് പയോജൻസ് എന്നൊരു ബാക്ടീരിയയാണ് ഇതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത്. കൂടാതെ തന്നെ വൈറൽ ഇൻഫെക്ഷനായിട്ടും ഈ ടോൺസിലൈറ്റിസ് വരാം. ഇതിൻ്റെ ചികിത്സ പൊതുവേ പറയുമ്പോൾ ഈ ഓറൽ ഹൈജീൻ, അതായത് വായുടെ ശുചിത്വം ആണ് പ്രധാനമായിട്ട് പറയുന്നത്. അതുവേണ്ടി പ്രത്യേകിച്ച് ചികിത്സ തുടങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് സാധാരണ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഗാർഗിൾ ചെയ്യുക, അതായത് കവളം ചെയ്യുക, ഗണ്ടൂഷൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പേരക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അതുപോലെ തന്നെ ഗാർഗിളിങ്, ഇതൊക്കെ വളരെ വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ അഡ്വാൻസ് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് ഒരുപാട് മരുന്നുകൾ ആയുർവേദത്തിൽ നിന്ന് ലഭ്യമാണ്. ഉദാഹരണമായിട്ട് ഗുളൂച്ചാതി കഷായം, വെട്ടുമാറൻ ഗുളിക, ഷടങ്കം കഷായം, അതുപോലെ തന്നെ ഒരുപാട് മരുന്നുകൾ നമ്മളതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ ടങ്കണമധു എന്നൊരു മരുന്നുണ്ട്. അത് ഈ കോട്ടൺ സ്വാബിൽ വെച്ചിട്ട് ഈ ടോൺസിലിൽ പുരട്ടുകയാണെങ്കിൽ, പല പ്രാവശ്യം പുരട്ടുകയാണെങ്കിൽ അത് ആ ടോൺസിലിൻ്റെ വലുപ്പം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണം ഇറക്കാനുള്ള വിഷമം വളരെ കുറയാനും ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഈ റീകറൻറ്റ് ടോൺസിലൈറ്റിസ് എന്ന് പറയും. അതായത് കുട്ടികളിലൊക്കെ ആണെങ്കിൽ സാധാരണ ടോൺസിലൈറ്റിസ് വരിക, ആൻറ്റിബയോട്ടിക് കൊടുക്കുക, മാറുക, പിന്നെയും വരിക. ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം ടോൺസിൽ ഇൻഫെക്ഷൻ വരുന്ന ചില കേസസ് ഉണ്ട്. അതിന് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയ മസുനി രസായനം, തിക്തഘൃതം, ചവനപ്രാശം തുടങ്ങിയ മരുന്നുകളുടെ ചെറിയ ഡോസിലുള്ള ഉപയോഗം, അത് കുറച്ചു കാലം കഴിച്ചാൽ ഈ റീകറൻറ്റ് ടോൺസിലൈറ്റിസ്, അതായത് വിട്ട് വരുന്ന ടോൺസിലൈറ്റിസ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു മരുന്നാണ് ത്രോട്ട് ഗാർഡ് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ്. ആ ടാബ്ലറ്റ് സ്ഥിരമായൊരു 2-3 സ്ഥിരമായിട്ട് ദിവസേന ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. കഴിഞ്ഞ കാലത്തുള്ള പരിചയം വെച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഈ ടോൺസിലൈറ്റിസിൻ്റെ ഇൻസിഡൻസ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. തലകുളി നിഷിദ്ധമായിട്ടാണ് പറയുന്നത്, പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഈ ടോൺസിലൈറ്റിസിൻ്റെ കേസിൽ. പിന്നെ ഈ ടോൺസിലൈറ്റിസ് വന്നാൽ തന്നെ ആ സമീപ പ്രദേശത്തുള്ള ഇപ്പോൾ ഫാരിങ്സ് ആയാലും ലാരിങ്സ് ആയാലും ആ ഭാഗത്തൊക്കെ ഇൻഫെക്ഷൻ പടരാൻ സാധ്യതയുണ്ട്.
അതുവഴി തന്നെ ചെവിയിൽ ഇൻഫെക്ഷൻ വരാം, സൈനസൈറ്റിസ് വരാം. അങ്ങനെ ആ സമീപപ്രദേശത്തുള്ള എല്ലാ ഭാഗങ്ങളും ഇൻഫെക്റ്റഡ് ആവാം. അപ്പോൾ ശരിയായിട്ടുള്ള ആഹാരസേവ, പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണക്രമം, അതേപോലെ തന്നെ ലഘു ആഹാരങ്ങൾ കഴിക്കുക, പിന്നെയുള്ള ഗാർഗിളിങ്, നേരത്തെ പറഞ്ഞ ഗാർഗിളിങ് പോലെ പേരക്കയുടെ ഇല വെച്ചുള്ള ഗാർഗിളിങ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ടോൺസിലൈറ്റിസ് ഒരു നല്ലൊരു പരിധി വരെ അതിന് തടയാൻ സാധിക്കും. ആരോഗ്യരക്ഷയ്ക്കായി നാട്ടിൻപുറങ്ങളിൽ വീട്ടമ്മമാർ സാധാരണ ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധിയാണ് പുളിയാറൽ അഥവാ പുളിയാറില. കുട്ടികൾക്കുണ്ടാകുന്ന വയറിളക്കം, ദഹനക്കുറവ്, ഗ്രഹിണി എന്നിവയ്ക്ക് ഇത് സമൂലം പറിച്ചെടുത്ത് മോരിൽ കാച്ചി ദിവസേന 2-3 തവണ കൊടുക്കുന്നത് നല്ലൊരു ഗൃഹ ചികിത്സയാണ്. വളരെ പഴക്കം ചെന്ന രക്താതിസാരം, രക്താർശസ് എന്നീ അസുഖങ്ങൾക്ക് ഈ ചികിത്സ വളരെ ഫലപ്രദമാണ്. ഇലകൾക്ക് ദഹനശക്തി വർദ്ധിപ്പിക്കാൻ കഴിവുള്ളതിനാൽ ഇതിൻ്റെ ഇല കറിയാക്കി കഴിക്കുന്നത് അജീർണ രോഗികൾക്ക് നല്ല വിശപ്പും ദഹനശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇല അരച്ചു പുരട്ടുകയോ നീരെടുത്ത് തേക്കുകയോ ചെയ്താൽ അരിമ്പാറ, കാലിനടിയിലുണ്ടാകുന്ന ആണി എന്നിവ സുഖപ്പെടും. പുളിരസമുള്ള ഈ ചെടി ജ്വരഹരവും മൂത്രവർദ്ധകവും വേദനാസംഹാരിയുമാണെന്ന് ആധുനിക പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. തുണികളിൽ പറ്റിയിരിക്കുന്ന മഷിയുടെയും ഇരുമ്പിൻ്റെയും കറ കളയാൻ ഇലയുടെ നീര് ഉപയോഗിക്കുന്നു. ചാങ്കേരി എന്ന് ആയുർവേദത്തിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രനാമം ഓക്സാലിസ് കോർണിക്കുലേറ്റ എന്നാണ്. ഓക്സാലിഡേസി കുലത്തിൽപ്പെട്ട ഈ സസ്യം ഇന്ത്യയിലുടനീളം ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ സ്വാഭാവികമായി വളരുന്നു. വീട്ടുവളപ്പിൽ നനവുള്ള സ്ഥലങ്ങളിലും ഉദ്യാനങ്ങളിലും ചെടിച്ചട്ടികളിലും ഒരു കളയായി കാണപ്പെടുന്നു. നിലത്ത് പടർന്നു വളരുന്ന ഒരു ഏകവർഷി ചെടിയാണിത്. മണ്ണിനു സമാന്തരമായി വളരുന്ന കാണ്ഡത്തിൻ്റെ മുകളിൽ നിന്നും മുകളിലേക്ക് ഇലകളും താഴേക്ക് വേരുകളും ഉണ്ടാകുന്നു. ഓരോ ഇലയ്ക്കും നീണ്ട ഒരു തണ്ടും തണ്ടിൻ്റെ അറ്റത്ത് 3 പത്രകങ്ങളും ഉണ്ട്. ഓരോ പത്രകത്തിനും 2 പത്രപാളികളുണ്ട്. ചെറിയ മഞ്ഞ പൂക്കൾ കുലകളായി പത്രകക്ഷങ്ങളിലെ തണ്ടിൽ കാണപ്പെടുന്നു. കായ്കൾ 5 കോണോട് കൂടിയതും ചെറിയ വെണ്ടക്കയുടെ ആകൃതിയിലുള്ളതുമാണ്. ഈ കായ്കൾ മൂപ്പെത്തുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നു. വിത്തുകൾ ഉപയോഗിച്ചു, വേരുപിടിച്ച കാണ്ഡകഷ്ണങ്ങൾ ഉപയോഗിച്ചുമാണ് ഇതിൻ്റെ പ്രജനനം നടത്തുന്നത്. മണ്ണ് നന്നായി കിളച്ചതിനു ശേഷം വിത്ത് വിതയ്ക്കുകയോ വേരോട് കൂടിയ കാണ്ഡകഷ്ണങ്ങൾ നട്ടുകൊടുക്കുകയോ ആവാം. പടർന്നു വളരാൻ തുടങ്ങുമ്പോൾ ഇവയ്ക്കിടയിലുള്ള കളകൾ പറിച്ചു നീക്കാനും ഉണങ്ങിയ ചാണകപ്പൊടി വിതറിക്കൊടുക്കാനും ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് നല്ലതുപോലെ നനച്ചു കൊടുക്കുകയും വേണം.